നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ. ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയും എൻ്റെ പാപവും എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ പാപവും ഏറ്റുപറയുകയും എൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിനു വേണ്ടി എൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ അപേക്ഷ കഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ എൻ്റെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദ്യങ്കൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരുന്ന സമയം ദർശനത്തിൽ കണ്ട ഗബ്രിയേൽ എന്ന പുരുഷൻ ഏകദേശം സന്ധ്യായാഗത്തിന്റെ സമയത്ത് എന്നോട് അടുത്തു വന്നു. അവൻ വന്ന് എന്നോട് പറഞ്ഞതെന്നാൽ, ദാനിയേലേ, നിനക്ക് ബുദ്ധി ഉപദേശിച്ച് തരേണ്ടതിന് ഞാനിപ്പോൾ വന്നിരിക്കുന്നു. നീ ഏറ്റവും പ്രിയനാകയാൽ നിന്റെ യാതനകളുടെ ആരംഭത്തിങ്കിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു. നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു. അതുകൊണ്ട് നീ കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചുകൊള്ളുക. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അതിക്രമത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ, യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷക്തനായൊരു പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തൻ ഛേദിക്കപ്പെടും, അവന് ആരുമില്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവന്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധം ഉണ്ടാകും. ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അവൻ 1 ആഴ്ചത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. ബെൽസസറിന് ശേഷം മേദ്യനായ ദാര്യാവേശ് രാജാവായി എന്ന് 5-ാം അധ്യായത്തിൽ കണ്ടു. ദാര്യാവേശിന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ ദാനിയേൽ യെരുശലേമിന്റെ ശൂന്യാവസ്ഥ 70 വർഷം കൊണ്ട് തീരും എന്ന് യിരെമ്യാ പ്രവാചകൻ എഴുതിയ രേഖ കണ്ടു. ഇത് കണ്ട ദാനിയേൽ യെരുശലേമിന് നന്മയ്ക്കായി ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ദാനിയേലിന്റെ സമകാലികനായിരുന്ന യിരെമ്യാവ് ദാനിയേൽ ഉന്നത ഉദ്യോഗസ്ഥനെങ്കിലും ഇളയവനായ യിരെമ്യാവിനെ ആദരിക്കുകയാണ്. പത്രോസ് തന്റെ ലേഖനത്തിൽ പൗലൂസിനെ ബഹുമാനിക്കുന്നത് ഇതുമായി കൂട്ടി വായിക്കേണ്ടതാണ്. ദാനിയേൽ തന്റെ പാപവും ഇസ്രായേലിന്റെ പാപവും ഏറ്റുപറഞ്ഞുകൊണ്ട് കരുണയ്ക്കായി യാചിച്ചു. ന്യായപ്രമാണം ലഭിച്ച ഇസ്രായേൽ ന്യായപ്രമാണം പാലിക്കാതിരുന്നത് കൊണ്ടാണ് ദൈവം ശിക്ഷിച്ചത്. എന്നാൽ ഏറ്റുപറഞ്ഞാൽ ക്ഷമിക്കുമെന്നുള്ള വാഗ്ദാനം ചൂണ്ടിക്കാണിച്ച് ദാനിയേൽ പ്രാർത്ഥന തുടർന്നു. അപ്പോൾ ദൈവം ഗബ്രിയേൽ ദൂതനെ അയച്ചത് ദാനിയേൽ കണ്ടു എന്ന് 21-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ദാനിയേലിന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാൻ ദൈവം തന്നെ അയച്ചിരിക്കുന്നു എന്ന് ഗബ്രിയേൽ പറഞ്ഞു. യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ 69 ആഴ്ചവട്ടം കഴിയുമ്പോൾ അഭിഷക്തൻ ഛേദിക്കപ്പെടും. ഈ ആഴ്ചവട്ടം ദിവസത്തിൻ്റെതല്ല, വർഷത്തിൻ്റെതാണ്. 69 7 വർഷങ്ങൾ. അഭിഷക്തൻ നമ്മുടെ കർത്താവായ യേശുവാണ്. കർത്താവിൻ്റെ മരണം ഈ പറഞ്ഞ കാലക്കണക്കനുസരിച്ച് കൃത്യമായി സംഭവിച്ചു. അതിനുശേഷമുള്ള ഒരാഴ്ചവട്ടം അത് 7 വർഷമല്ല, ആയിരക്കണക്കിന് വർഷങ്ങളുള്ള ഒരു കാലഘട്ടമാണ്. അക്കാലത്താണ് യെരുശലേം ദേവാലയം തകർക്കപ്പെടുന്നതും ഇസ്രായേൽ
ചെതറിപ്പോകുന്നതും എല്ലാം. പ്രിയപ്പെട്ടവരെ, യെരുശലേമിൻ്റെ നന്മയ്ക്കായിട്ട് ആണ് ദാനിയേൽ പ്രാർത്ഥിച്ചത് എങ്കിലും യെരുശലേമിന് ഒരു നാശമുണ്ടാകും, അത് കഴിഞ്ഞാണ് വിടുതൽ എന്നുള്ള കാര്യമാണ് ദൈവം ദാനിയേലിനെ അറിയിച്ചത്. എന്തായാലും ദാനിയേലിൻ്റെ കാലത്തുണ്ടായ ആ പ്രവചനം നമുക്കറിയാം. പിന്നീട് അക്ഷരപ്രകാരം നിറവേറ്റപ്പെടുവാൻ യെരുശലേം ദേവാലയം തകർക്കപ്പെടുവാൻ ഇടയായി. എന്നാൽ പിന്നീട് അത് പുതുക്കിപ്പണിയാൻ സെരുബ്ബാബേലിൻ്റെ കാലത്ത് അത് പണിയുവാനും ഹെരോദാവ് അത് പുതുക്കിപ്പണിയുവാനും ഇടയായി. പക്ഷെ വീണ്ടും AD 70 കാലഘട്ടത്തിൽ അത് റോമൻ സൈന്യാധിപനാൽ തകരപ്പെടുവാൻ, കല്ലിൻ്റെ മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകാൻ ഇടയായി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം അത് തെറ്റുപറ്റാത്തതാണ്. പ്രവാചകന്മാരിലൂടെ ദൈവം അരുളി ചെയ്തതെല്ലാം അക്ഷരപ്രകാരം നിറവേറിയ ചരിത്രമാണ് ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനിയും ഉള്ള പ്രവചനങ്ങളും അക്ഷരപ്രകാരം നിറവേറ്റപ്പെടും. ഈ ബൈബിളിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ബൈബിളിലെ ദൈവത്തെ ഓർത്ത് നമുക്ക് അഭിമാനം കൊള്ളാം. ആ ദൈവത്തെ നമുക്ക് സ്നേഹിക്കാം, സേവിക്കാം, ആരാധിക്കാം. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.